റാംസസ് രണ്ടാമൻ ഫിറൗൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഫിറൗനിന്റെ അടുത്ത് മോസസ് പ്രവാചകൻ, 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകൻ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് അദ്ദേഹം ദൈവത്തെ പരിചയപ്പെടുത്തിയപ്പോ റാംസസ് രണ്ടാമൻ ചോദിക്കുകയാണ്, നീ പറയുന്ന ദൈവമാരാ? അതിന് മൂസാ നബി നൽകുന്ന മറുപടി എന്താണ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും ആ ജീവവർഗത്തിന് ആവശ്യമായ മാർഗദർശനം അതിന്റെ ജനിതക കോഡുകളിൽ നൽകുകയും ചെയ്ത ലോകത്തിന്റെ തമ്പുരാൻ. അടുത്ത മറുപടി റബ്ബുസ് സമാവാതി വൽ വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. എന്റെ ശാരദ ചേച്ചി ചിന്തിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദമയന്തി ചിന്തിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എന്റെ മാധവത്തിൽ ഇത് കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാമിജി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വാചകത്തിന്റെ അർത്ഥമറിയുമോ? ആകാശവും ഭൂമിയും, 7 ആകാശം 7 ഭൂമി, അവയ്ക്കിടയിലുള്ളതിനെ എല്ലാം സൃഷ്ടിച്ചവൻ ആരോ അവനാണ് സാക്ഷാൽ അല്ലാഹു. അവനാണ് ആരാധ്യൻ. ഒരു പോയിന്റോടെ പറയാം. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് 7 മക്കൾ ജനിച്ചു. അവരവരെ ഗർഭം ധരിച്ചു, അവർ വായു ശ്വസിച്ചു, അവർ വെള്ളം കുടിച്ചു, അവർ വിളിച്ചു പ്രാർത്ഥിച്ചൊരു ശക്തി. അതാരാ? വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ലോകത്തിലെ മനുഷ്യരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, മനുഷ്യവാസം ഇല്ലാത്ത കാലത്ത് തന്നെ ആകാശവും ഭൂമിയും ഉണ്ടെങ്കിൽ ആ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഖുർആൻ മനുഷ്യരോട് പറയും. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് പഠിക്കാം. ഇത് തന്നെയാണ് വേദങ്ങൾ. സമീശ്വര നോക്കൂ, ഒരു വേദ സൂക്തമാണ് പറയുന്നത്. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. എന്റെ പ്രാർത്ഥനകളിലും മേഘനായ ദൈവമേ നിന്നോടാണ്. സുനാമി ഉണ്ടാക്കുന്നതാണ്. സുനാമിയെ എഫക്ട് ചെയ്തൊരു പ്രദേശമാണ്. ആർക്കും നിർവചിക്കാനാവില്ല സുനാമി. ഒരാൾക്ക്, ഒരു തങ്ങൾക്ക്, ഒരു നബിക്ക്, ഒരു പ്രവാചകൻ, ഒരു വിശ്വാചാര്യൻ സുനാമി പ്രവചിക്കാൻ കഴിയില്ല. ഇനിയും വരാനിരിക്കുന്ന സുനാമി പ്രവചിക്കാൻ കഴിയില്ല. അവർക്ക് ഭാവി അറിയില്ല. ഞാൻ പലപ്പോഴും പുട്ടപർത്തിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ കടന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സായിബ ഒരു പച്ചയായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മകുടോദാഹരണമായ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ സങ്കല്പിച്ചോ. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ കിഡ്നി വീക്കായത് അദ്ദേഹം അറിഞ്ഞില്ല. 130 ഗ്രാം ഭാരമുള്ള അദ്ദേഹത്തിന്റെ കിഡ്നി വീക്കായത് അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശ്വാസകോശം കേടുവന്നു അറിഞ്ഞില്ല. അനാട്ടമി പഠിച്ചവർക്കെല്ലാം അറിയാം, ആന്തരിക അവയവങ്ങൾ കംപ്ലീറ്റ് കേടുവന്നു. സ്വാമിജി എന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ പോലും അറിയാത്ത മനുഷ്യരെ അല്ല നമ്മൾ ആരാധിക്കും. നമ്മുടെ സൃഷ്ടാവ്, ലോകത്തിന്റെ നാഥൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ, ദീദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ എന്നൊക്കെ നമ്മൾ പറയുന്ന, ഇതുവാൻ എന്ന് പറയുന്ന, വേദക്കൂൺ എന്ന് പറയുന്ന ലോകത്തിന്റെ സൃഷ്ടാവിന് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും മാൽത്തറകളും മക്ബറകളും ജാറകളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൾക്കാരും, അതുപോലെ അമ്പിയാക്കളും ഔലിയാക്കളും മാലാകമാരും ജിന്നുകളും ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ. അവരെയൊക്കെ സൃഷ്ടിച്ച സാക്ഷാൽ സൃഷ്ടാവിനെ വിശുദ്ധ ഖുർആൻ പറയുന്ന ആരാധന. ലോകത്തിൽ നിങ്ങൾ ആരാധിക്കുന്നവരൊക്കെ സൃഷ്ടികളാണ്. ഒരു ഉദാഹരണത്തോടെ ഞാനിത് വ്യക്തമാക്കാം. ഞാനിവിടെ കരുനാഗപ്പള്ളിയിലെ ഹൈവേയിൽ നിൽക്കുകയെന്ന് വിചാരിച്ചോളൂ. അർദ്ധരാത്രിയിൽ അങ്ങനെ എനിക്ക് കോഴിക്കോടേക്ക് പോകണം. ഇതുവഴി വരുന്ന പല വാഹനങ്ങൾക്കും ഞാൻ കൈ കാണിക്കും. അങ്ങനെ എനിക്കൊരു ടാക്സി ഡ്രൈവർ കാറ് നിർത്തി എന്നെ എറണാകുളം വരെ അയാൾ എന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്തെ ടാക്സി സ്റ്റാൻഡിൽ അയാൾ ആ വണ്ടി നിർത്തി. അതിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ കൊട്ടപ്പുറത്ത് നിർത്തിയിട്ട് ടാക്സിക്കാരനോട് താങ്ക്സ്, നന്ദിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? എന്നെ കരുനാഗപ്പള്ളിയിൽ നിന്ന് എറണാകുളം ടാക്സി സ്റ്റാൻഡിൽ എത്തിച്ച ഡ്രൈവറോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. ഐ എം റൈറ്റ്? എല്ലാവരും സമ്മതിച്ചുവല്ലോ. പക്ഷെ ഞാൻ നന്ദി പറഞ്ഞതോ അവിടെ നിർത്തിയിട്ട കാറുകാരനോടാണ്. അപ്പൊ കാറുകാരെ വിചാരിക്കണെന്ത്? എന്താണ് ഇവന് എന്നോട് നന്ദി പറഞ്ഞ്? ഇയാളെ വിചാരിക്കണം ഇവൻ എന്തൊരു നന്ദി കെട്ടവന്. ഞാനിവനെ കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് എന്റെ ഡീസൽ മുടക്കി ഇവൻ ഇവിടെ വളരെ ആത്മാർത്ഥമായി അവൻ ഇറങ്ങേണ്ട പൊസിഷനിൽ ഇറക്കിയിട്ട് അവൻ നന്ദി പറയുന്ന വേറൊരാളോടാണ്. ഇതുപോലെയാണ് മനുഷ്യരെ നാം എല്ലാവരും ആലോചിക്കുക. നമ്മൾ ആരും ഇവിടെ വലിയവരല്ല. ദൈവത്തിന്റെ അടിമകളാണ് നമ്മൾ ആലോചിക്കുക. ദൈവത്തിന്റെ വായു ശ്വസിച്ച്, ദൈവത്തിന്റെ വെള്ളം കുടിച്ചതാ ഈ മന്ദമാരുതനില്ലേ, പടച്ച തമ്പുരാൻ നൽകിയ, പ്രപഞ്ചത്തിന്റെ നാഥൻ നൽകിയ, ആ ദൈവം നൽകിയ ഭക്ഷണവും വെള്ളവും വായുവും അവൻ നൽകിയ കണ്ണുകൊണ്ട് കണ്ട്, അവൻ നൽകിയ കാതുകൊണ്ട് കേട്ട്, അവൻ നൽകിയ ഹൃദയം കൊണ്ട് ചിന്തിച്ച്, അവൻ നൽകിയ കൈകൊണ്ട് പിടിച്ച നാം അവന് പകരം സൃഷ്ടികളോട് നന്ദി പറയുന്ന അവസ്ഥ മാറ്റി
സിട്ടാവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് പോയാൽ മനുഷ്യ സമൂഹം ഒന്നായി. വിശുദ്ധ ഖുർആനിലെ ഒരു വാചകം ഞാൻ അവസാനിപ്പിക്കുകയാണ്, കുറഞ്ഞ കാര്യം പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച, അതാണ് ഉദ്ഘാടകന്റെ പ്രസംഗത്തിൽ എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. നമ്മെയും നമ്മുടെ അപ്പുറത്തുള്ളവരെയും ഒക്കെ സൃഷ്ടിച്ചവൻ ആ ഒറ്റ ദൈവമാണ്. അതേ, ആ ഒരൊറ്റ ദൈവം ആരാ? അവനെ അറബിയിൽ അല്ലാഹു എന്ന് പറയും, അല്ലേ? സംസ്കൃതത്തിൽ വേറൊരു പേര് പറയും. അതിനിടയിലെ സൃഷ്ടികളിൽ നിന്ന് സിട്ടാവിലേക്ക് നേരിട്ട് ചെന്നാൽ മതി. ഇടയാളന്മാരെ സ്വീകരിച്ച് അവരെ ആരാധിച്ച്, ഇപ്പൊ നോക്ക്, അന്തം തമഹ പ്രതിശന്തിയെ സംപുത്യമുപാസ്യ,